എല്ലാത്തിനും ഇങ്ങോട്ട് അടുത്ത് വിളിപ്പിക്കാം. നിൽക്കുക. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി ചിറകുകൾ മെല്ലെ നീർത്തിത ചിരിമണിമാല കോർത്തിത നിറയുകയായി മനം സ്വയം. നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോർട്ട് ലൂയിസിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പോകുന്ന വഴിയിൽ അവിടെ ഒരു വലിയ ഒരു ബീച്ചുണ്ട്. ഇതൊരു പബ്ലിക് ബീച്ചാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയ്യോ അവിടുത്തെ തിരക്ക് കണ്ടപ്പം എന്തോ അത്രയും ഓവർ ക്രൗഡഡ് പ്ലേസ് നമുക്ക് 3 പേർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് ഒരു പ്രൈവറ്റ് ബീച്ച് അതിനോട് ചേർന്ന് തന്നെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി. പ്രൈവറ്റ് ബീച്ച് ആകുമ്പോൾ അലൗഡ് ആണോ എന്നറിയില്ല. ഇവിടെ തൊട്ടടുത്തൊരു വലിയ റിസോർട്ട് ഉണ്ട്. അപ്പോൾ അവരുടെയാണ് ഈ പ്രൈവറ്റ് ബീച്ച്. നോർമലി പിന്നെ ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് അതിനങ്ങനെ റെസ്ട്രിക്ഷൻസ് കാണുമോ എന്നറിയില്ല. എന്തായാലും ഞങ്ങളവിടെ ഇറങ്ങി. ഇനി നമ്മളെ പോകാൻ അനുവദിക്കുന്നില്ലെങ്കിൽ തിരിച്ചു പോരാ എന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഇതുപോലെ തന്നെയാണ് അവിടെയും കാണാൻ പറ്റുന്നത്, പബ്ലിക് ആ ഒരു പ്ലേസിലും. പക്ഷേ കുറച്ചുകൂടെ അവർ നന്നായിട്ട് എല്ലാം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണും. അത്രയേ ഉള്ളൂ. ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ടൊരു വഴി പോലെയൊക്കെ കണ്ടു. ഇതൊക്കെ ആ റിസോർട്ടിൻ്റെ പാട്ട് തന്നെയാണ്. അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഫൈബർ ബോട്ടുകളും ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊന്നും നമ്മളെ ഒന്നും നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇറങ്ങാമെന്ന് തന്നെയാണ് വിചാരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ അവർ എന്തെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ പ്രയാസമല്ലേ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരവിടെ ബോർഡ് വെക്കില്ലേ. അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് എന്തായാലും ഇറങ്ങാം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് തന്നെ പോവുകയാണ്. ഈ കൊട്ടവെള്ളം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബീച്ചുകളാണ് ഏറ്റവും കൂടുതൽ. എങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇവിടെ ഒരു ബീച്ച് കണ്ടല്ലോ, ഇനിയൊരു ബീച്ച് കാണാം, കോറൽസിൻ്റെ ഒരു ബീച്ച്. ഓരോ അടുത്തടുത്ത സ്ഥലങ്ങളാവാം എങ്കിൽ പോലും ആ ബീച്ചുകൾക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ്. നമ്മളെ സംബന്ധിച്ചുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു മനസ്സിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലേ. ഇതെവിടെ അങ്ങനെ അല്ല കേട്ടോ. അതുപോലെ ഇതൊക്കെ ഈ ബോട്ട് സർവീസൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം റിസോർട്ടിൻ്റെ പാട്ടാണ്. അവിടെ വലിയ റഷൊന്നുമില്ല. പിന്നെ തെങ്ങ് കണ്ടോ, തെങ്ങ് എല്ലാം ഇത് റിസോർട്ടിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ അതിൽ തേങ്ങയൊന്നുമില്ല. അങ്ങനത്തെ സാധനങ്ങൾ, തേങ്ങയും അതിൻ്റെ മടലും ഇതെല്ലാം അവർ വെട്ടി നല്ല തെങ്ങിനെ വേണമെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്ത് നിർത്തിയിരിക്കുന്നു പോലെ പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ആൾക്കാർ ഇരിക്കുന്നില്ല. തേങ്ങ തലയിലെങ്ങാണം വീണ് എന്തെങ്കിലും പറ്റിയ അതുകൊണ്ടാവും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ടർക്കോയിഷ് കളറ് എത്ര കണ്ടാലും നമ്മൾ മുമ്പേയും കണ്ടതാണ്. എങ്കിലും നിങ്ങൾക്കും ഇനി ബോറടി ആയോ എന്നും എനിക്ക് സംശയമില്ലാതില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു ഭംഗി എത്ര കണ്ടാലും നമുക്ക് അങ്ങോട്ട് മതിയാവുന്നില്ല. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തീരെ സമയമില്ല. എങ്കിലും ജസ്റ്റ് ഇവിടെ ആ ഒരു പബ്ലിക് ഇത്രയും അവിടെ ക്രൗഡ് കണ്ടേന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞ എന്തായാലും നമ്മൾ വന്നതല്ല, നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒന്ന് ഇറങ്ങിയിട്ട് എന്തായാലും അങ്ങനെ പോവാം. അങ്ങനെയാണ് ഇത്. തൊട്ടപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്നില്ലേ, അവിടെ എന്തോ ഒരു വലിയൊരു ടൗൺ പോലെ എന്തോ ഒരു സംഭവമാണ്. അതൊക്കെ ഷിപ്പിലല്ല സോറി ആ ബോട്ടിൽ നമുക്ക് അങ്ങനെ സർവീസ് അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പോയി. അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന നേരത്തെ പോർട്ട് ലൂയിസാണ്. ആദ്യം നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ഇത് ആൽമരമല്ല, മുമ്പേ നമ്മൾ കയറി വന്ന സമയത്തും കണ്ടിരുന്നില്ലേ, ആലിൻ്റെ ഇല പോലത്തെ ഇലയുള്ള ഇങ്ങനത്തെ അതേപോലത്തെ ഒരു മരമാണ്. അപ്പം നമ്മൾ ആദ്യം കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ആദ്യം പോയത് മെട്രോ കാഴ്ചകളിലേക്കായിരുന്നു. അത് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടില്ലേ, ഓരോ സ്റ്റാഫും ഇല്ലാത്ത മെട്രോ സ്റ്റേഷന്. നമ്മുടെ ബസ് സ്റ്റാൻഡൊക്കെ ഇതിലും എത്ര വലുതും കാര്യങ്ങളും നല്ല സിൻസിയറായിട്ടുള്ള ആൾക്കാർ തന്നെത്താനെ ടിക്കറ്റ് എടുക്കുന്നു, കയറുന്നു. അതിനകത്ത് യാതൊന്നുമില്ല ചെക്കിങ്, അങ്ങനത്തെ ഒരു കാര്യവുമില്ല. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണോ മെട്രോ സർവീസ്. അങ്ങനെ ഈ കയറുന്നതെന്ന് പറയുന്നതാണ് ഒരു വിസ്മയ ലോകത്തേക്ക് തന്നെ ആണെന്ന് തന്നെ പറയാം. ഇതാണ് ആ കൊടകൾ ഇങ്ങനെ നിറച്ച് തൂങ്ങിക്കിടക്കുന്നത്. ഇതിൻ്റെ 2 സീരീസിലും നിറയെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തെ കാഴ്ചകൾ കാണിക്കുന്നേയില്ല. ഇത് ഇവരുടെ ക്യാപിറ്റൽ തന്നെ ആയതുകൊണ്ട് അതിനെ നല്ല ഈ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നോർമലി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു സന്ധ്യയോടുകൂടി ക്ലോസ് ആവുന്നതാണ്. പക്ഷേ എങ്കിൽ ഇവിടെ 24 hours ഇവിടെ വർക്കിംഗ് ആണ്, ലൈവാണ്, ഫുൾ ടൈം.
എന്താ പറയുന്നത്, നമ്മൾക്ക് കാണാൻ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇതിനകത്തെ എല്ലാ കാഴ്ചകളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി കാണാം. അത് കാരണം നമ്മൾ ഇവിടുത്തെ മറ്റു കാഴ്ചകളൊന്നും ഞാൻ കാണുന്നില്ല. ഈ സൈഡിലത്തെ ഇവിടെ ഒത്തിരി ലൈവ് കോൺസേർട്ടുകൾ ഇതെല്ലാം ഇവിടെ നടക്കും. അതുപോലെ ഈ ഷോപ്സൊക്കെ ഇതൊക്കെ വീക്കെൻഡുകളാണ്, സാറ്റർഡേ സൺഡേ അങ്ങനത്തെ നമ്മുടെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു വൈബ്. ഇതിൻ്റെ ഒരു ജസ്റ്റ് നമ്മുടെ ലാസ്റ്റ് സീരീസിൽ ഒരു സന്ധ്യയ്ക്ക് നമ്മളിവിടെ എത്തുന്നത്. ഇന്ന് സന്ധ്യയ്ക്ക് കുറച്ച് മുമ്പേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് തിരിച്ചു പോകണം. ഇന്ന് ഭാഗ്യത്തിന് മഴയില്ല. സാധാരണ ഇവിടെ എപ്പോൾ വന്നാലും മഴയുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ ഒരു ഫ്രെയിമിൽ ഞാൻ ഏട്ടനോട് പറയുകയാണ്, ഒറ്റ ഫ്രെയിമിൽ പലപ്പോഴും വീഡിയോ ഒക്കെ എല്ലാവരും എടുത്തു തരുമെങ്കിലും ചില സമയത്ത് എനിക്ക് വഴക്ക് കിട്ടാറുണ്ട്. കാര്യം ഞാൻ പറയും ഒറ്റ ഫ്രെയിമിൽ ആ ബിൽഡിങ്ങും ഈ വെള്ളവും ഷിപ്പും ഞാനും എല്ലാം വരണമെന്നും പറഞ്ഞതിന്. അപ്പോൾ ചില സമയത്ത് എന്നോട് പറയും, ആരെങ്കിലും ഇങ്ങനെ ഒരാളെ വീഡിയോഗ്രാഫിക്ക് കൊണ്ടു നടന്നോണമെന്നും. ഞാൻ പറയുന്നത് വീഡിയോയ്ക്കോ റീച്ചില്ലാത്ത ഞാൻ ഇനി വീഡിയോഗ്രാഫറെ കൊണ്ട് നടക്കാൻ പറ്റുമോ? എങ്കിലും വീഡിയോ ഒക്കെ എടുത്തു തരും കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നിറച്ച് ഷിപ്പുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു സീരീസിൽ പോർട്ട് ലൂയിസ് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പോർട്ട് ലൂയിസിനെ ഒന്ന് മെൻഷൻ ചെയ്തെന്ന് നമ്മൾ ഇതുവഴി ഒന്ന് കയറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഒന്ന് കയറി കാണാം ഇഷ്ടമുള്ളവർക്ക്. ആർക്കെങ്കിലും ഇഷ്ടം തോന്നുന്നെങ്കിൽ. അവിടുന്ന് നമ്മൾ മടക്കയാത്രയിലാണ്. ഇനിയും നമ്മുടെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് കാറ്റമറൈൻ കിടക്കുന്നുണ്ട്. കാറ്റമറൈൻ കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ ഉപേക്ഷിച്ച ഒരു കാര്യമാണ്. നല്ല കോസ്റ്റ്ലിയാണ്. രണ്ടാമത് പെർ ഹെഡ് ആകുമ്പം കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ്ലി ആവും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു ലോട്ടറിയൊക്കെ എടുക്കുന്ന ഒരു ലക്ക് ഫാക്ടറാണ്. കാറ്റമറയിൽ നമ്മൾ ദൂരെ ഉൾക്കടലിൽ പോവുകയാണ്. അവിടുന്ന് പിന്നെ നമ്മളൊരു ഐലൻഡിൽ പോവുകയാണ്. അവിടെ ചെന്നാൽ നമുക്ക് വെയിൽസിനെയും ഡോൾഫിനെയും ഒക്കെ തൊട്ടടുത്ത് കാണാൻ നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത്. ഇത് നമുക്കിടെ ഭാഗ്യം പോലെ ഇരിക്കുന്നു. കണ്ടോ ഇല്ലയോ ഒക്കെ കാഴ്ചകൾക്കായി ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ കാത്തിരിക്കണേ.